സ്പെയിനിലും കാട്ടുതീ നിയന്ത്രണാതീതം. 3.25 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. അത്യുഷ്ണത്തിന്റെ പിടിയിലുള്ള ഫ്രാൻസിലും സ്പെയിനിലും രാക്ഷസ കാട്ടുതീകൾ നിയന്ത്രണാതീതമായി പടരുകയാണ്. വിമാനങ്ങളിൽ നിന്ന് വെള്ളവും അഗ്നിശമനോപാധികളും ചീറ്റിച്ച് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. എന്നാൽ എല്ലാറ്റിനെയും മറികടന്ന് തീ കൂടുതലിടങ്ങളിലേക്ക് പടരുകയാണ്. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ തീ എത്തി. മേഖലയിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ആശ്വാസം പകർന്നു. എങ്കിലും പുതിയ ഉഷ്ണതരംഗം പ്രവചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രതിസന്ധി വിലയിരുത്താൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടിയന്തര യോഗം ചേർന്നു. 8.5 ലക്ഷം താമസക്കാരുള്ള ബോർഡോ ഉടൻ ഒഴിപ്പിക്കേണ്ടി വരില്ലെന്ന് കരുതുന്നതായി മേയർ അറിയിച്ചു. ബോർഡോ ഉൾപ്പെടെ ജിറോൺ മേഖലയിൽ 280 കിലോമീറ്റർ ചുറ്റളവിൽ 77,000 ഹെക്ടറിലാണ് തീ പടരുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളുമായി 2,500 അഗ്നിരക്ഷാ സേനാംഗങ്ങളും 1,500 സൈനികരും 1,200 പോലീസുകാരും രംഗത്തുണ്ട്. ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീകളിൽ ഒന്നാണിത്. ഇരു രാജ്യങ്ങളിലുമായി 3.25 ലക്ഷം പേരെയാണ് ഒഴിപ്പിച്ചത്. 3 പേർ മരിച്ചു. ഫ്രാൻസിൽ 84 അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പൊള്ളലേറ്റു. ബോർഡോ ഉൾപ്പെടെയുള്ള ജിറോൺ മേഖലയിലും മഡ്രിഡിന് സമീപമുള്ള മധ്യ സ്പെയിനിലുമാണ് കൂടുതൽ നാശനഷ്ടം. ഫ്രാൻസിലെ പ്രധാന വൈൻ ഉൽപാദന മേഖലയാണ് ജിറോൺ. ദുരിതത്തിലായവർക്കായി ഞായറാഴ്ചത്തെ ദിവ്യബലിയിൽ ലിയോ 14 മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. തീച്ചൂടിനെ തുടർന്നുണ്ടായ അതിശക്തമായ വരണ്ട വായു പ്രവാഹവും അതിനൊപ്പം രൂപപ്പെട്ട ഇടിമിന്നലും ചേർന്ന് ഫ്രാൻസിലെ ജിറോണ്ടിൽ തീ ഇടിമിന്നൽ കൊടുങ്കാറ്റ് എന്ന അപൂർവ പ്രതിഭാസമുണ്ടായി. പൈറോക്യുമ ലോംനിംബസ് എന്ന പ്രതിഭാസത്തിനും കാരണമായി. തീയുടെ അതിതീവ്ര ചൂടിനാൽ ഭീമൻ മേഘങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണിത്. ഈ മേഖലകളാണ് കാറ്റും ഇടിമിന്നലും ഉണ്ടാക്കി പുതിയ തീപിടുത്തങ്ങൾക്ക് വഴിവെക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടുതീ ഇത്ര കഠിനമാക്കാൻ കാരണമെന്ന് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഫ്രാൻസിൽ 2.5 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. 240 വീടുകൾ കത്തിനശിച്ചു. ഫ്രാൻസിൽ ഇക്കൊല്ലം 98,000 ഹെക്ടർ വനഭൂമി കത്തിനശിച്ചു. സ്പെയിനിൽ 76,000 പേരെ ഒഴിപ്പിച്ചു. മഡ്രിഡ്, അവില, വലൻസിയ എന്നീ നഗരങ്ങൾ ബാധിച്ചു. സ്പെയിനിൽ ഇക്കൊല്ലം 1.3 ലക്ഷം ഹെക്ടർ വനഭൂമി കത്തിനശിച്ചു. എന്നാൽ ഈ കണക്കുകൾ ഉണ്ടായിരുന്നിട്ടും തീ അണയ്ക്കാൻ അധികാരികളുടെ പക്കൽ ആവശ്യത്തിന് ആളുകളില്ലെന്ന് ഗിറോണിന്റെ ഉദ്യോഗസ്ഥർ ജീൻ ലൂക്ക് ഗ്ലൈഡ്സ് BBC-യോട് പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യത്തിന് ആളുകളില്ല, ആവശ്യത്തിന് ട്രക്കുകളുമില്ല. ഫ്രാൻസിന് പോലും ആവശ്യത്തിനില്ലെന്ന് ഞാൻ കരുതുന്നു. ലക്നൌ പട്ടണത്തിന് ചുറ്റും ബുൾഡോസറുകൾ, ടിഗറുകൾ, മെക്കാനിക്കൽ കോരികകൾ എന്നിവ ഉപയോഗിച്ച് 100 മീറ്റർ വീതിയുള്ള ഒരു ഫയർ ബ്രേക്ക് കൊത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തീ പടരുന്നത് തടയാൻ എല്ലാ സസ്യശാലങ്ങളും നീക്കം ചെയ്ത ഒരു ഭാഗമാണ് ഫയർ ബ്രേക്ക്. തീ അതിലേക്ക് എത്തുന്നതിന് മുൻപ് സാധ്യമായ ഇന്ധനം നീക്കം ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2 പതിറ്റാണ്ടിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും മോശമായ കാട്ടുതീയായി മാറാൻ പോകുന്നതിനാൽ സ്പാനിഷ് ടീമുകൾ കാട്ടുതീ നിയന്ത്രിക്കാൻ ഇതേ സാങ്കേതിക വിദ്യകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാഡ്രിഡിലെ സർക്കാർ പ്രതിനിധി ഫ്രാൻസിസ്കോ മാർട്ടിൻ തീപിടുത്തങ്ങളെ നിസ്സംശയമായും മാഡ്രിഡ് മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമെന്ന് വിശേഷിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ചൂടും വരണ്ടതുമായ സാഹചര്യങ്ങളാണ് ഈ വേനൽക്കാലത്തെ തീപിടുത്തങ്ങൾക്ക് കാരണമായത്. ഇത് തീ വേഗത്തിൽ പടരാനും കൂടുതൽ ശക്തമായി കത്താനും കാരണമാകുന്നു. സ്പെയിനിലും ഫ്രാൻസിലുമുള്ള പലരും വരുന്ന ആഴ്ചയിൽ സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്നും ഉയർന്ന മർദ്ദം വരണ്ടതും സ്ഥിരതയുള്ളതും കൂടുതൽ ചൂടുള്ളതുമായ താപനില കൊണ്ടുവരുമെന്നും ഭയപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.